ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. അധികം ചേരുവകളുടെ ആവശ്യമില്ല. ബ്രെഡും പാലും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല സോഫ്റ്റും ആണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പൊ നമുക്ക് റെസിപ്പി കാണാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി കൈ കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ചില സമയത്ത് നമുക്ക് ബ്രെഡൊക്കെ ബാക്കി വരുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാല് ചൂടാക്കി എടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒട്ടും ചേർക്കാത്ത പാലാണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ഇനി ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദമാവോ ഗോതമ്പ് മാവോ ചേർക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. ഇനി ഇത് പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ മീഡിയത്തിലോട്ട് വെച്ചതിന് ശേഷം പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്ന വരെ നമുക്ക് ചൂടാക്കിയെടുക്കാം. പാല് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്താലും മതി. പഞ്ചസാര അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുതിർന്ന് വരുമ്പോഴേക്ക് തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ചെറുതായിട്ട് മുറിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ തവി കൊണ്ട് ഉടച്ചെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കാരമൽ ബ്രെഡ് പുഡിംഗ് ആണ്. ഇനി നമ്മൾ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ഓറഞ്ച് ഷെയ്ഡായിട്ട് വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അധികം ബ്രൗണിഷ് ആക്കി എടുക്കണ്ട, എന്നാൽ പഞ്ചസാരയ്ക്ക് ഒരു കയ്പ്പ് വരും. കയ്പ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റേ അങ്ങ് പോവും. ഇപ്പോൾ കാരമലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഈ പുഡിങ്ങിൻ്റെ മുകളിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചാലും മതി. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഓറഞ്ച് ഷെയ്ഡ് ആയി വരുമ്പോഴേക്ക് നമ്മൾ നിർത്തണം. അധികം ബ്രൗൺ കളർ ആവാൻ പാടില്ല, എന്നാൽ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ വറ്റിച്ചു എടുക്കരുത്, എന്നാൽ തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി പോവും. ഇനി നമ്മളിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തും ആകുന്ന വിധം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. മോൾ ഭാഗം ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. ഇനി ഇത് നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്നും അകത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. അപ്പോൾ അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ചെറിയൊരു ടവൽ ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ടവലും ഇല്ലെങ്കിൽ പാത്രം വെച്ച് അടയ്ക്കാം. പക്ഷേ അലുമിനിയം ഫോയിലോ ടവലോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ മുകളിൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ എല്ലാം വെച്ചിട്ടോ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. ഇഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ആവിയേറ്റി എടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് 30 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ആവിയേറ്റി എടുക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. അലുമിനിയം ഫോയിൽ എടുത്തു മാറ്റാം. ഇപ്പം ഇത് നല്ല ചൂടുണ്ട്. ഇത് നമുക്കിപ്പോൾ ഇളക്കിയെടുക്കാൻ പറ്റില്ല. ഇതൊന്ന് ചൂടാറി വരണം. ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ചൂടുള്ളപ്പോൾ നമ്മൾ ഇളക്കിയെടുത്താലും കറക്റ്റായിട്ട് ഇളകി വരില്ല, പൊട്ടിപ്പോവും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് കത്തി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പാത്രത്തിലോട്ട് മാറ്റാം. നേരത്തെ പറഞ്ഞ പോലെ കാരമലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചാലും മതി. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.